ഓക്കെ, നിനക്ക് അനുഗ്രഹം തരാം. മൂന്നാമത്തെ ആളോട് ചോദിച്ചു, നിനക്കെന്താണ് വേണ്ടത്? അദ്ദേഹം ചോദിച്ചപ്പോൾ പ്രയോജനമുള്ളതൊക്കെ പോകുന്ന പോലെയാണ് തോന്നുന്നത്. ആയുധങ്ങൾ നഷ്ടപ്പെട്ടു, അനുഗ്രഹം നഷ്ടപ്പെട്ടു, ഇനി എന്താണുള്ളത്? ആ ചെറുപ്പക്കാരൻ ആലോചിച്ചിട്ട് ഗുരുവിനോട് പറയുകയാണ്, എനിക്ക് അങ്ങയെ വേണം, എനിക്ക് അങ്ങയുടെ ആയുധങ്ങൾ വേണ്ട, അനുഗ്രഹങ്ങൾ വേണ്ട, പക്ഷെ എനിക്ക് അങ്ങയെ വേണം. ഇതിനെയാണ് വിശുദ്ധി എന്ന് പറയുന്നത്. ഗുരുവിനെ ചോദിക്കുന്ന തലത്തിലേക്ക് വളരുമ്പോഴാണ് വിശുദ്ധി എന്നത് നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാകുന്നത്. ഞാൻ സൽഗുണപൂർണരായിരിക്കുന്ന പോലെ നിങ്ങളും സൽഗുണപൂർണരായിരിക്കുക എന്നുള്ളതാണല്ലോ വേദം നമ്മളെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഈ പെരുന്നാൾ നമ്മളിങ്ങനെ കൊണ്ടാടുമ്പോൾ, ഇതിനെ ഭക്തിയോടെ അനുഷ്ഠിക്കുമ്പോൾ, ഒരു പെരുന്നാളിനപ്പുറത്ത് അടുത്ത പെരുന്നാളിലേക്ക് സഞ്ചരിക്കുന്ന കാലയളവിൽ ദൈവത്തെ ചോദിക്കുന്ന മനുഷ്യരായിട്ട് തീരാൻ നോക്കട്ടെ. അതൊരു ദാഹമായി തീരണമെന്നാണ് പറയുക. ദൈവത്തെ ചോദിക്കുന്നവർ. പരിശുദ്ധനായ ബലമേൽ തിരുമേനി തന്റെ കേവലമായ ആയുസ്സ് ഈ കാലത്ത് വായിച്ചിട്ടില്ലെങ്കിൽ എവിടെ നിന്നെങ്കിലും സൺഡേ സ്കൂൾ തലങ്ങളിൽ നിന്നാണെങ്കിലും നിങ്ങളൊരു ജീവചരിത്രം എടുത്ത് വായിക്കണം. ആ പുണ്യാത്മാവിൻ്റെ ജനനം മുതലുള്ള ജീവിത പഥങ്ങളെ, ജീവിത കാലഘട്ടങ്ങളെ നമ്മൾ വായിച്ചിട്ട് വേണം ആ ചരിത്രത്തിലേക്കൊന്ന് സന്നിവേശിക്കാൻ നമുക്കിടയാകും. നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെ സ്വസ്ഥമായ ജീവിതത്തിനപ്പുറത്തേക്ക് ദൈവത്തെ ചോദിക്കുന്ന വഴിയിൽ സഞ്ചരിക്കാൻ ഇഷ്ടപ്പെട്ട ഒരു പുണ്യാത്മാവാണ്. അത് കഠിനമായ നോമ്പനുഷ്ഠാനങ്ങളുണ്ട്. നമ്മൾ ശരീരത്തെ പോഷിപ്പിക്കാൻ ഇഷ്ടപ്പെടുന്ന മനുഷ്യരാണ്. ഇഷ്ടമുള്ള യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ, ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കാൻ ആഗ്രഹിക്കുന്നവർ. പക്ഷെ വിശുദ്ധന്റെ ജീവിതം എടുത്ത് പരിശോധിക്കുമ്പോൾ അവിടെ എല്ലാം ത്യാഗമാണ്. എല്ലാത്തിനെയും ത്യജിക്കുകയാണ്. ഭക്ഷണത്തെ, ജനസമ്പർക്കത്തെ, അതിനപ്പുറത്തേക്ക് ഇഷ്ടപ്പെടുന്നത് ദൈവത്തോട് ചേർന്നിരിക്കുന്ന അനുഭവമാണ്. അദ്ദേഹത്തെ ജീവചരിത്രം എഴുതുമ്പോൾ അവിടെ രേഖപ്പെടുത്തുന്ന ഒരു കാര്യമുണ്ട്. എപ്പോഴും മൗനത്തിലും പ്രാർത്ഥനയിലും നോമ്പനുഷ്ഠാനത്തിലും ജീവിച്ചൊരു മനുഷ്യനെ കുറിച്ച് എന്ത് ചരിത്രം എഴുതാനാണ്? പ്രാർത്ഥന കൊണ്ടൊരു ചരിത്രം രൂപപ്പെടുത്തുന്ന ഒരു പുണ്യാത്മാവിനെ കുറിച്ചാണ്. നമുക്ക് സാധ്യമാകാതെ പോകുന്നതും ചിലപ്പോൾ സാധ്യമായിട്ടുള്ള വഴികൾ സഞ്ചരിച്ചിട്ട് പിൻവാങ്ങുന്നതും അവിടെയാണ്. ദൈവത്തെ ചോദിക്കുന്ന മനുഷ്യരായിട്ട് തീരാൻ നമുക്ക് പലപ്പോഴും വിശുദ്ധി എന്ന് പറയുന്നത് നമ്മുടെ വിചാരങ്ങൾക്കപ്പുറം നിൽക്കുന്ന ഒന്നാണ്. പലയിടത്തും പറഞ്ഞിട്ടുള്ള ഒരു കവിതയുടെ ശകലമുണ്ട്. ജമൈക്കൻ എഴുത്തുകാരനായ ബോബ് മാർലിയുടെ മനോഹരമായ പ്രണയത്തെക്കുറിച്ചുള്ള ഒരു കവിതയാണ്. അത് ഇതുമായിട്ട് ഒന്ന് കൂട്ടിക്കെട്ടാമെന്നാണ് വിചാരിക്കുന്നത്. പ്രണയത്തെക്കുറിച്ചാണ്. ഇതിന് ആരംഭം ഇങ്ങനെയാണ്. നീ പറയുന്നു മഴയോട് നിനക്ക് പ്രണയമാണ്, പക്ഷെ മഴ പെയ്യുമ്പോൾ നീ കുടച്ചൂടിയാണ് നടക്കുന്നത്. മഴയോട് നിനക്ക് പ്രണയമാണ്, പക്ഷെ മഴ പെയ്യുമ്പോൾ നീ കുടച്ചൂടിയാണ് നടക്കുന്നത്. നീ പറയുന്നു സൂര്യനോട് നിനക്ക് പ്രണയമാണ്, പക്ഷെ സൂര്യൻ അതിന്റെ പ്രകാശം നിന്നിലേക്ക് അടിക്കുമ്പോൾ നീ തണല് തേടി പോവുകയാണ്. വെയിൽ കൊള്ളുമ്പോൾ നീ തണല് തേടി പോകും. പക്ഷെ സൂര്യനോട് നിനക്ക് പ്രണയമാണെന്നാണ് നീ പറയുന്നത്. നീ പറയുന്നു കാറ്റിനോട് എനിക്ക് പ്രണയമാണെന്ന്, പക്ഷെ കാറ്റ് നിന്നിലേക്ക് അടിക്കുമ്പോൾ നീ ജാലകങ്ങൾ കൊട്ടിയടക്കുകയാണ്. കാറ്റ് നിന്നിലേക്ക് അടിക്കുമ്പോൾ നീ ജാലകങ്ങൾ കൊട്ടിയടക്കുകയാണ്. എന്നാൽ പിന്നെ നിനക്ക് എന്നോട് പ്രണയമാണെന്ന് പറയുമ്പോൾ ഞാൻ വല്ലാതെ ഭയപ്പെടുന്നു. മനോഹരമായ കവിത അവൾ അവസാനിക്കുകയാണ്. പരിമള തിരുമേനി ഇഷ്ടമാണ്, ആ വിശുദ്ധി ഇഷ്ടമാണ് എന്ന് പറയുമ്പോൾ തന്നെ, അതിനെ പ്രണയിക്കുന്നു, അതിനെ ഇഷ്ടപ്പെടുന്നു, അതിനെ സ്നേഹിക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ നമ്മളോട് തന്നെ ഈ കവിത വെച്ചൊരു വിലയിരുത്തൽ അനിവാര്യമാണ്. വിശുദ്ധി ഇഷ്ടമാണ്, നീ പറയുന്നു വിശുദ്ധിയോട് എനിക്ക് പ്രണയമാണ്, പക്ഷെ വിശുദ്ധിയുടെ വഴികൾ നിന്നിലേക്ക് വച്ചു നീട്ടുമ്പോൾ, പറഞ്ഞു പഠിപ്പിക്കുമ്പോൾ നീ ലോകത്തിന്റെ ഇഷ്ടങ്ങളിൽ അഭിരമിക്കാൻ ഇഷ്ടപ്പെടുന്നു. പിന്നെ എവിടെയാണ് എനിക്ക് നിങ്ങൾക്കും വിശുദ്ധിയുടെ വഴികളെ പ്രണയമാണ്, സ്നേഹമാണെന്ന് പറയാൻ കഴിയുന്നത്?
പ്രിയമുള്ളവരെ, ദൈവത്തെ ചോദിക്കുന്ന മനുഷ്യരായി തീരാൻ ഈ പെരുന്നാൾ ഇന്നോ നാളെയായിട്ട് സമാപിക്കും. വരുന്ന വർഷത്തിലും ദൈവം ആയുസ് തന്നാൽ പെരുന്നാളിലേക്ക് നാം വരും. ആ ജീവിത കാലഘട്ടങ്ങളിൽ ആ ഒരു വർഷത്തിനിടയിൽ ചോദിക്കണം, എത്രമാത്രം പരിമളത്തിനുവേണ്ടി വിശുദ്ധിയെ പുൽകാൻ ആ പുണ്യാത്മാവ് ആഗ്രഹിച്ചതുപോലെ ദൈവത്തെ ചോദിക്കാൻ നമുക്കും നമ്മുടെ മക്കൾക്കും കഴിഞ്ഞിട്ടുണ്ട് എന്ന് വിലയിരുത്തുന്നതിന് ഒടുവിലാണ് അതിന് ഉത്തരം എന്താണെന്ന് കണ്ടെത്തുന്നതാണ് ഒരു പെരുന്നാളിന്റെ ആഴവും അർത്ഥമൊക്കെ നമുക്ക് മനസ്സിലാക്കി തരുന്നത്. അതുകൊണ്ട് വിശുദ്ധി എന്ന് പറയുന്ന ദൈവത്തെ ചോദിക്കുന്ന മനുഷ്യരായി തീരുക. രണ്ടാമത്, മുറിവുണക്കുന്നവനെ വിളിക്കുന്ന പേരാണ് വിശുദ്ധനെന്ന്. മുറിവുണക്കുന്നവനെ വിളിക്കുന്ന പേരാണ് വിശുദ്ധൻ. ആ പുണ്യാത്മാവിന്റെ ജീവചരിത്രത്തിൽ കണ്ടുമുട്ടുന്ന ഏടാണ്. തുമ്പമൺ പ്രദേശത്ത് വസൂരി വന്ന ആ കാലത്ത് നിങ്ങൾ ആ കാലത്തിലേക്കൊന്ന് സഞ്ചരിച്ചു പോകണം. ചികിത്സകളൊന്നും കിട്ടാതെ മനുഷ്യനിങ്ങനെ മരണത്തോട് വിധേയപ്പെടുമ്പോൾ ഒന്ന് അടക്കാൻ പ്രയാസപ്പെടുന്ന ആളുകൾ വന്ന് കൂടാൻ ബുദ്ധിമുട്ട് കാണിക്കുന്ന ഒരു കാലം. നമുക്ക് ആ കാലം പരിചിതമാണ്. എന്നാൽ ആ കാലത്ത് അതിനുമേൽ പ്രയാസമാണ്. മൃതശരീരങ്ങൾ അടക്കാൻ ആരുമില്ലാതെ വരിക, കുഴിച്ചിടാൻ ആരുമില്ലാതെ വരിക, ഭംഗിയായ സംസ്കാരം നടത്താൻ ഇടയാകാതെ വരിക. അങ്ങനെ എത്രയോ മനുഷ്യരുടെ ഉള്ളം മുറിഞ്ഞു പോയിട്ടുണ്ട് ആ കാലത്ത്. എന്നിട്ടും പ്രാർത്ഥന എന്ന ആയുധം, അതൊരായുധമായിരുന്നു പരിശുദ്ധ ഗ്രന്ഥത്തിൽ. പ്രാർത്ഥന എന്ന ആയുധം ധരിച്ചുകൊണ്ട് ആ പ്രദേശത്തെ മനുഷ്യരുടെ മുറിവുകളെ ഉണക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ സഞ്ചരിച്ചു തുടങ്ങിയാണ്. അടക്കി മൃതശരീരങ്ങൾക്ക് പ്രാർത്ഥനയോടെ ഏറ്റവും അനുഗ്രഹകരമായ സംസ്കാരം കൊടുത്ത് മനുഷ്യന്റെ മനസ്സിന്റെ മുറിവുകളെ ഉണക്കുന്നൊരു വിശുദ്ധനെ ചരിത്രത്തിൽ നമുക്ക് കണ്ടുമുട്ടാൻ പറ്റും. അതുകൊണ്ട് പ്രിയമുള്ളവരെ, മുറിവുകളെ ഉണക്കുന്ന മനുഷ്യരെ വിളിക്കുന്ന പേരാണ് വിശുദ്ധർ എന്ന് നമ്മളോട് തന്നെ ഒന്ന് ചോദിക്കണം.